എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് മുളേരി പായസം. അപ്പൊ പായസം എന്ന് പറയുമ്പോൾ നമ്മുടെ വീണാസ് കറികളിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട പായസങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ളത് പച്ചക്കറി പായസങ്ങളില്ലേ, അതാണ്. അത് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം. പക്ഷേ പച്ചക്കറി പായസങ്ങൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. എന്നാലും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ അടുത്ത വിഷു ഓണൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ മുളേരി പായസം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പൊ നാട്ടിൽ മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാനിവിടെ സ്നാപ്പ് ഷോപ്പിൽ പറഞ്ഞപ്പോൾ അവർ എനിക്ക് കൊണ്ടു തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോതമ്പ് പായസത്തിന്റെ ഒക്കെ ടേസ്റ്റ് തന്നെ വരുന്ന ഒരു പായസമാണ്. അപ്പൊ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് മുളേരി പായസം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓണം വ്ലോഗ് പാർട്ട് 1 ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള മുളേരി പായസം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് മുളേരി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ വേണ്ടത്? അഫ്കോഴ്സ് മുളേരി ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മുളേരി ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. അപ്പോൾ ഈ മുളേരി ഞാൻ ഒരു ഗ്ലാസ് ഇതിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഗോതമ്പ് പായസം അതുപോലെ തന്നെ അരിപ്പായസം ഒക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് സമയം കുതിർത്താൽ മതിയാവും. പക്ഷേ മുളേരി നമ്മൾ എപ്പോഴും 12 മണിക്കൂറിന് മേലെ കുതിർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് മുളേരി പായസം ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട്. നാട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് നോർമലായിട്ട് 4 മണിക്കൂറൊക്കെ ഞാൻ കുതിർത്തതിന് ശേഷം വേവിക്കാൻ വെച്ചിട്ട് സാധനം വേവുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ റിലേറ്റീവ് പറഞ്ഞു തന്നത്, അങ്ങനെയല്ലേ മുളേരി പായസത്തിന് വേവിക്കുമ്പോൾ ഇത് ഒരുപാട് സമയം കുതിർക്കാൻ ഇടണം, എങ്കിൽ മാത്രമാണ് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പൊ ഞാനിവിടെ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 12 മണിക്കൂറെങ്കിലും നിങ്ങൾ കുതിർക്കണം. കൂടുതൽ സമയം കുതിർത്താലും വിരോധമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുതിർക്കാനിട്ടിരുന്ന വെള്ളമില്ലേ അതൊന്ന് പുതിയതായിട്ട് മാറ്റണം. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനിടുക. ഒരു 12 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ആ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളത്തിൽ വീണ്ടും കുതിർക്കാനിടുക. അപ്പൊ വലിച്ച മണം വരില്ല കേട്ടോ. ഒരേ വെള്ളത്തിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുതിർത്തിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള മുളേരിയാണ്, കുതിർത്ത് വെച്ചിരിക്കുന്ന മുളേരിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് ഇത് മുളേരി പായസത്തിന് വേണ്ടിയുള്ള മുളേരി കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കുക്കറിലോട്ട് 1 ഗ്ലാസ് കുതിർത്ത് വെച്ചിരിക്കുന്ന മുളേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈ കൊണ്ട് ഞരടണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിയേ. അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വെള്ളമാണ്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തതിന് ശേഷം ഒരു 3-4 വിസിൽ വെക്കുക. അതിന്റെ ഓഫ് ചെയ്തിടുക. അതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ മുളയേരി വെന്തിട്ടുണ്ട്, നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസും കൂടെ വെള്ളം എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ വെള്ളം കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ ഞാൻ എക്സ്ട്രാ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു തുറന്നതിന് ശേഷം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ കുക്കർ ഉണ്ടെങ്കിൽ വലിയ കുക്കറിൽ കുക്ക് ചെയ്തിരിക്കും ഏറ്റവും നല്ലത്. നല്ല പശപ്പുണ്ട് ഈ സംഭവത്തിന്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കൊക്കെ തൂറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുക്കർ നല്ല കുക്കറായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെന്തിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മൾ പായസം കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് പായസം റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കടായി അടപ്പത്ത് വെക്കുക. ഉരുളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അടുത്ത് ഉരുളി ഇല്ലാത്ത കാരണം ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുളേരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മുളേരിയിലോട്ട് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനിയുടെ അളവ് എന്ന് പറഞ്ഞാൽ 500 ഗ്രാം ശർക്കര, അതായത് 1/2 കിലോ ശർക്കര ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് മുഴുവനും ഞാൻ ഒഴിക്കുന്നില്ല. ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നോക്കാം. അതിനുശേഷം അവസാനം മധുരം നോക്കിയിട്ട് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് ആദ്യം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മധുരം കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമല്ലേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നിർത്തട്ടെ. 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇട്ടതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഇതിൽ ഈ സംഭവം ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിക്കാവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇത് കുറച്ച് പശപ്പ് കൂടുതലുള്ളതാണ് നമ്മുടെ മുളയേരിക്ക്, അതുകൊണ്ട് ഇളക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. ഗോതമ്പ് പായസം ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടാവും. പക്ഷെ ഈ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മുളയേരി കുതിർക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇതിങ്ങനെ കല്ല് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇത് കിടന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതങ്ങ് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്. ഇതിന് ഇച്ചിരി കൊഴുപ്പ് കൂടുതലാണ് ഈ അരിക്ക്, അതുകൊണ്ട് താഴെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ മറക്കരുത്. അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 2-ാം പാലും 3-ാം പാലും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 7 ഗ്ലാസ് പാല് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 തേങ്ങയാണ്, അതായത് 6 ബോക്സ് തേങ്ങ.
അതിലോട്ട് 7 ഗ്ലാസ് വെള്ളം, ആദ്യം തന്നെ നമുക്ക് 1.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് 7 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് ഒരുമിച്ച് പാലെടുത്തിരിക്കുകയാണ് ഞാൻ. അത് 7 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 3-ാം പാലും 2-ാം പാലും ഒരുമിച്ച് എടുത്തിരിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ 7 ഗ്ലാസ് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതങ്ങിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണേ. പാലെടുക്കാൻ എളുപ്പമാണ്, 2-3 തവണയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്താ കട്ടി തേങ്ങാപ്പാൽ എന്തായാലും മാറ്റി വെക്കണേ, അത് മറക്കരുത്. 1.5 ഗ്ലാസ്. ഇതിലൊരിച്ചിരി കൊഴുകൊഴുപ്പുണ്ട് കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് അതിലേക്ക് അല്പം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പശുപശിപ്പ് വരില്ല, അതുപോലെയാണ് ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ ഒരു പശുപശിപ്പ് വരിക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കും. ഈ പശയുള്ള കാരണം അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, പക്ഷെ അത് നന്നായിട്ട് ഇത് കുക്കായിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂരച്ച പോലെ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കട്ടിയിൽ പോലെ കിടക്കും നമ്മുടെ മുളയരി. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള പായസം ഒരുപാട് വറ്റിക്കണ പോലെ ഇത് വറ്റിക്കരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പശപ്പുള്ള കാരണം ഇത്രയും വറ്റിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 20 മിനിറ്റോളം ഞാൻ വറ്റിച്ചിട്ടുണ്ടാവും 7 ഗ്ലാസ് ഒഴിച്ചതിന് ശേഷം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നെയ്യ് കാച്ചി ഒഴിക്കണം കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മധുരം നോക്കിയപ്പോൾ മധുരം കുറവ് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മുഴുവനും ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ആ മധുരം തീരുമാനിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓരോ ശർക്കര അനുസരിച്ചും മധുരത്തിൽ വ്യത്യാസം ഉണ്ടാവേ. പല ടൈപ്പ് ശർക്കര ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചിരുന്നത് ഡാർക്ക് ഷെയ്ഡ് ശർക്കരയായിരുന്നു, അത് ഞാൻ അങ്ങനെ കളഞ്ഞു. അത് എന്തോ ഒരു സ്മെൽ ഡിഫറൻസും എനിക്കിഷ്ടമായില്ലേ, കളർ മാത്രമേ ഉണ്ടെന്നുള്ളൂ, ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും വേറെ ശർക്കരയൊക്കെ വാങ്ങിച്ചിട്ടാണ് 2 ശർക്കര മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ശർക്കര എപ്പോഴും ടേസ്റ്റ് നോക്കി അതിന് ശേഷം മാത്രം പായസത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പായസം ചിലപ്പോൾ കേടായിന്ന് വരും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പായസം. ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയാണ്. അതുപോലെ തന്നെ കുറച്ച് ചുക്കുപൊടി. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചുക്കുപൊടി ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. ചിലർ ജീരകത്തിൻ്റെ പൊടി ചേർക്കും, ജീരകം വറുത്ത് പൊടിച്ചത്, അത് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങക്കൊത്തും വറുത്തിടാം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു ലൂസായിരിക്കണമെന്ന്, പക്ഷേ ഓവറായി തിക്കായി കഴിഞ്ഞാൽ കട്ട പിടിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ ഒരുപാട് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാല്, തേങ്ങാപ്പാൽ എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. അതിൻ്റെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം. അത് ഗോൾഡ് കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങക്കൊത്ത് റെഡി ആയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്യാം. ഇത് ഗോൾഡ് കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കിസ്മിസും കൂടിയിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റോളം അടച്ചു വയ്ക്കുക. നെയ്യ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നെയ്യ് ഒഴിക്കുക കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള മുളയരി പായസം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആ വേവുന്ന ടൈം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നന്നായി വേവണം, അല്ലെങ്കിൽ ഇതിലിടുമ്പോൾ മൂരച്ച് പോകും, അതായത് തിക്കായി പോകും. അത് മാത്രം ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പൊ നമ്മുടെ മുളയരി പായസം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കളത്തിന്റെ അടുത്ത് വെച്ച് പൂക്കളത്തിന്റെ അടുത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുളയരി പായസം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ട്രൈ ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പായസങ്ങളൊന്നാണ് ഗോതമ്പ് പായസം. ഗോതമ്പ് പായസത്തിന്റെ ഏകദേശം ടേസ്റ്റ് തന്നെ വരും നമ്മുടെ മുളയരി പായസത്തിന്. പക്ഷെ ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, ആദ്യം ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു ത്രില്ലല്ലേ. അപ്പൊ അത് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.